പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 11-ാം തീയതി വ്യാഴാഴ്ച. 1 ശമൂവേൽ 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മനുഷ്യൻ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത മഹത്തായ കാര്യങ്ങൾ. ശമൂവേൽ ജനത്തോട് സംസാരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ആത്മീയ സത്യമാണ് അവരെ ഓർമ്മിപ്പിച്ചത്. അവൻ നിങ്ങൾക്കായി എത്ര വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊള്ളുവിൻ. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ചിലപ്പോൾ നാം ഇന്നത്തെ പ്രശ്നങ്ങളുടെ ഇരുട്ടിൽ നിൽക്കുന്നതായ സാഹചര്യത്തിൽ ഇന്നലെ ദൈവം തെളിച്ച വിളക്കുകളെ മറന്നുപോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ വിശ്വാസം വീണ്ടും ജീവൻ പ്രാപിക്കും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നമ്മെ താങ്ങിയ അനേകം ദിവസങ്ങൾ ഇല്ലേ? തുറന്ന വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? രോഗങ്ങളിൽ നൽകിയ സൗഖ്യങ്ങൾ, കണ്ണുനീരിൽ നൽകിയ ആശ്വാസം, നിരാശയിൽ നൽകിയ പ്രത്യാശ, ഇവയൊന്നും നമ്മുടെ ശക്തി കൊണ്ടല്ല, ഇവയെല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശങ്ങളാണ്. ശമൂവേൽ പറയുന്നത് ഭയപ്പെടുക എന്നാണ്. എന്നാൽ അത് ശിക്ഷയുടെ ഭയമല്ല, സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും വിശുദ്ധ ഭയമാണ്. സമുദ്രത്തിൻ്റെ മഹത്വം കണ്ട് നാം അതിനെ ആദരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വവും നന്മയും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയം അവനെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കാണുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിപ്പിൻ എന്ന്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ അർത്ഥഹൃദയം അന്വേഷിക്കുന്നില്ല, മുഴുവൻ ഹൃദയവും അവന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്തുന്നത്. ദൈവസേവനം ഒരു ബാധ്യതയല്ല, നന്ദിയുള്ള ഹൃദയത്തിൻ്റെ സ്വാഭാവിക പ്രതികരണം. ഒരു പൂവ് സൂര്യപ്രകാശത്തോട് പ്രതികരിച്ച് വിരിയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഹൃദയം അവനെ സേവിക്കാൻ വിരിയുന്നു. അവൻ ചെയ്ത നന്മകൾ ഓർക്കുന്നവർക്ക് ആരാധന സ്വാഭാവികമാകുന്നു, സേവനം സന്തോഷമാകുന്നു, വിശ്വാസം ഉറച്ചതാകും. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവം നമ്മെ എവിടെ നിന്നാണ് എടുത്തത്? എത്ര പ്രാവശ്യം നമ്മെ വീഴാതെ കാത്തു? എത്ര വാതിലുകൾ അവൻ നമുക്കായി തുറന്നു? എത്ര പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകി? അവൻ്റെ നന്മകളെ ഓർക്കുമ്പോൾ സ്തുതികൾ നാം കൂടുതലായി അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഭയം വിശ്വാസമായി മാറേണ്ടതായിട്ടുണ്ട്. നിരാശ പ്രത്യാശയായി മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, നീ എനിക്കായി ചെയ്ത മഹത്തായ കാര്യങ്ങളെ ഞാൻ മറക്കുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ ഭയപ്പെടുകയും വിശ്വസ്തയോടെ നിന്നെ സേവിക്കുകയും ചെയ്യും. ദൈവത്തെ ഓർക്കുന്ന ഹൃദയം ആരാധിക്കുന്ന ഹൃദയമാണ്. ആരാധിക്കുന്ന ഹൃദയം വിശ്വസ്തമായി സേവിക്കുന്ന ഹൃദയമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒരുക്കി അവൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കും. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത മഹത്തായ കാര്യങ്ങളെ മറക്കാതെ എന്നും നന്ദിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ഭയപ്പെടുവാൻ, വിശ്വസ്തയോടെ നിന്നെ സേവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സ്നേഹത്താലും സാന്നിധ്യത്താലും നിറയ്ക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.